ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. വെറൈറ്റി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും ചെയ്യുന്ന ഒരു ചിക്കൻ കറി ആട്ടോ അത്. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കിനി മസാലകളൊക്കെ പുരട്ടി ഒരു മണിക്കൂർ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അതുപോലെ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി തൽക്കാലം ഒരു ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്കുള്ള ഉപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതെല്ലാം മസാലകളെല്ലാം കൂടി പുരട്ടി ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ മാറ്റി. ഇനി ഇതിലേക്ക് വേണ്ട സവാളകളൊക്കെ എടുക്കാം കേട്ടോ. ഒരു 2.5 സവാള, വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തത്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മസാല പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പട്ട എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഏലക്കായ, ഒരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകം എടുത്തിട്ടുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ പൊടി ചേർക്കുന്നില്ല, ഇതാട്ടോ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തക്കാളി, ഒരു 2 തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരൈറ്റം കൂടി ചേർക്കുന്നുണ്ട്, ക്യാരറ്റ്. ഒരു ക്യാരറ്റ് എടുത്തിട്ട് അതും അരിഞ്ഞ് ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കും. അപ്പോൾ ചെറുതായിട്ടൊന്നും അരയണ്ട. ഈ തക്കാളിയും ക്യാരറ്റും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാരറ്റ് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ. കറിക്ക് നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പാകമാകുമ്പോഴത്തേനും നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റോളം മല്ലിപ്പൊടി മാത്രം തനിയെ നമ്മൾ സവാളയിലിട്ട് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1.5 ടീസ്പൂണോളം തന്നെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള, നേരത്തെ കാണിച്ചില്ലായിരുന്നോ, ആ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അധികം ചേർക്കണ്ട കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാവും അതിന്. പിന്നെ കുരുമുളക് പൊടി, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ പൊടികളുടെയൊക്കെ പച്ച ചുവ മാറണം കേട്ടോ. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കും. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റെങ്കിലും വഴറ്റിയെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമൊന്നും വേണ്ട കേട്ടോ, പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ക്യാരറ്റും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊരു 2 മിനിറ്റെങ്കിലും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അത് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ മുളക് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് ഒരു 5 മിനിറ്റോളം വേവണം. അങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. 5 മിനിറ്റ് അങ്ങനെ ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി, കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ഇറങ്ങി വരുമ്പോൾ ഗ്രേവി കൂടുതലായി പോകുന്നതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ഇത് ഒരു 10-15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും ചിക്കൻ വേവാനായിട്ട്. അപ്പോൾ അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മളിതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഉപ്പും ഒക്കെ നോക്കുക കേട്ടോ. ഉപ്പ് എരിവൊക്കെ നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കറി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇത് വെച്ച് കുക്ക് ചെയ്യുക. ഒരുപാടിട്ട് ഇനി ഇളക്കണ്ട, കാരണം ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കയ്യിലിട്ട് ഒരുപാട് ഇളക്കി വരുമ്പോൾ
അത് അതിൻ്റെ ഫ്ലഷൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് സൈഡിൽ നിന്ന് മാത്രം ആ ഒരു കുറച്ചുകൂടി ഗ്രേവി ഒന്നുകൂടെ കുറുകി വരാൻ വേണ്ടി മാത്രം ഒരു 5 മിനിറ്റും കൂടെ വെച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാകത്തിന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും അത് ഒന്നുകൂടി ഡ്രൈ ആയിക്കോളും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റും കേട്ടോ. താങ്ക് യു.